നമസ്കാരം. ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ 4ാമത്തെ പാഠഭാഗത്തിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതിന്റെ ബാലൻസ് ഉള്ള ഭാഗങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് രോഗാണുക്കൾ മൂലം അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ പതോജൻസ് മൂലം ഉണ്ടാകുന്ന രോഗത്തെ കുറിച്ചായിരുന്നു. ബാക്ടീരിയ മൂലം, വൈറസ് മൂലം, ഫംഗസ് മൂലം, പ്രോട്ടോസോവ മൂലം, ചില വേംസ് മൂലമൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രോഗാണുക്കൾ മൂലമല്ലാതെ നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചാണ്. ദാറ്റ് മീൻസ് നോൺ പതോജനിക് ഡിസീസസ്. നോൺ പതോജനിക്, പതോജൻസ് മൂലമല്ലാതെ, രോഗാണുക്കൾ മൂലമല്ലാതെ ഉണ്ടാകുന്ന രോഗത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് അതെന്ന് പറയാം. ഇനി രോഗാണുക്കൾ മൂലമല്ലാതെ ഉള്ള രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിൽ ഉണ്ടാകാം അതിനെക്കുറിച്ച് നമുക്കറിയാം. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ജനറ്റിക്കൽ പ്രോബ്ലം ആകാം. ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അടുത്തത് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, പോഷക ആഹാര കുറവ് മൂലം പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അടുത്തത് 4ാമത്തതാണ് ഒക്കുപേഷണൽ, ജോലി സംബന്ധമായ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ നമുക്കുണ്ടാകാം. അപ്പൊ ഈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാണുക്കളുമായി യാതൊരു ബന്ധവുമില്ലാത്ത രോഗങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവരെ നമ്മൾ വിളിച്ച പേരായിരുന്നു നോൺ പതോജനിക് ഡിസീസ് എന്ന് നമ്മൾ വിളിച്ചത്. അത് രോഗാണുക്കൾ മൂലമല്ലാത്ത രോഗങ്ങൾ. അത് പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ് പറഞ്ഞത്. ജനറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ആകാം, ജനിതകപരമായ പ്രശ്നങ്ങളാകാം, ലൈഫ് സ്റ്റൈൽ, ജീവിത ശൈലിയിലുള്ള മാറ്റം മൂലമുള്ള പ്രശ്നങ്ങളാകാം, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് ഓർ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, പോഷക ആഹാര കുറവ് മൂലം. ഇപ്പൊ നമ്മൾ 1ാമത്തെ പാഠഭാഗത്തിൽ പറയുകയുണ്ടായി നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് പറയുകയുണ്ടായി. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു. 3ാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് പറഞ്ഞു. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും യാതൊരുവിധ രോഗാണുക്കളും ഉണ്ടായിരുന്നില്ല. അപ്പം അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവസാനത്തതാണ് ഒക്കുപേഷണൽ, നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും ചില രോഗങ്ങൾ. ഇങ്ങനെ 4 അവസ്ഥകളാണ് പ്രധാനപ്പെട്ട നോൺ പതോജനിക് ഡിസീസിന് കാരണമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ജനറ്റിക് ഡിസീസിനെ കുറിച്ചാണ്. എന്താണ് ജനറ്റിക് ഡിസീസ് എന്നാണ് നമ്മൾ പറയുന്നത്. 2 ജനറ്റിക് ഡിസീസിന് ചില എക്സാമ്പിളുകളും നമുക്ക് ഇവിടെ സംസാരിക്കേണ്ടതായിട്ട് നോക്കാം. എന്താണ് നമ്മുടെ ജനറ്റിക് ഡിസീസ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ജീൻസ്, പണ്ട് കൊച്ചു ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് ജീനുകൾ എന്താണ്. നമ്മുടെ ശരീരത്തിലെ സെല്ലുലാർ ആക്ടിവിറ്റി, കോശത്തിനുള്ളിൽ നടക്കുന്ന. അപ്പൊ എന്താണ് ജനറ്റിക് ഡിസീസ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യം എന്താണ് ജീനുകൾ എന്നറിയണം. നമ്മുടെ ശരീരത്തിലെ ജീനുകൾ, സെല്ലുലാർ ആക്ടിവിറ്റി, കോശത്തിനുള്ളിൽ നടക്കുന്ന ഏതൊരു പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് ജീനുകൾ എന്ന് പറയുന്ന ആളുകൾ. ഈ ജീനുകൾക്ക് എന്തെങ്കിലും തകരാറുണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്തായി കണക്കാക്കുന്നത്, ജനറ്റിക് ഡിസീസുകളായി കണക്കാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ജനറ്റിക് ഡിസീസിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കണം. എന്താണ് ജനറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറ്റിക് ഡിസീസ് ദാറ്റ് ആർ കോസ്ഡ് ബൈ ദി എന്താണ് ഡിഫക്ട്സ് ഇൻ ജീൻ. എന്തിന് ഡിഫക്റ്റ് ഉണ്ടാകുന്നത് മൂലം, ആ ജീനുകൾക്ക് ഡിഫക്റ്റ് ഉണ്ടാകുന്നത് മൂലം നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറ്റിക് ഡിസീസ് എന്ന് നമ്മൾ വിളിച്ചു. എന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഫാക്ടർ ദാറ്റ് ആർ കൺട്രോൾഡ് ബൈ അവർ സെല്ലുലാർ ആക്ടിവിറ്റീസ്. നമ്മുടെ കോശത്തിനുള്ളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്, ജീന്. അത്തരത്തിലുള്ള ജീനുകൾക്ക് തകരാറുണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറ്റിക് ഡിസീസ്. ജനറ്റിക് ഡിസീസിന് 2 എക്സാമ്പിളുകൾ പറയുന്നു. 1ാമത്തെ ആളിന്റെ പേരാണ് ഹീമോഫീലിയ. 2ാമത്തെ പേരാണ് സിക്കിൾ സെൽ അനീമിയ. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിങ്ങനെ 2 രോഗങ്ങൾ പ്രധാനമായിട്ടും എന്ത് രോഗങ്ങൾക്ക് ഉദാഹരണമായി നമുക്ക് കണക്കാക്കാം, ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമായി കണക്കാക്കാം. ഇനി നമുക്ക് ഇവരെ കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് ഹീമോഫീലിയ, എന്താണ് സിക്കിൾ സെൽ അനീമിയ? ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. മനസ്സിലാകുന്നുണ്ടോ?
ദ എക്സസ് ബ്ലഡ് ഈസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഹീമോഫീലിയ is the condition that the excess blood is lost from even minor wound. ചെറിയ മുറിവുകളിൽ കൂടി പോലും രക്തം അമിതമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീമോഫീലിയ. നമുക്കറിയാം, നമ്മുടെ കയ്യില് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയ മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പോകും. കുറച്ച് സമയം നമ്മൾ ഒന്ന് കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് തപ്പി പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രക്തം കട്ട പിടിച്ച് അതിൽ കൂടിയുള്ള ബ്ലഡിന്റെ ഒഴുക്ക് അവിടെ നിൽക്കും. പക്ഷെ ഈ ഹീമോഫീലിയ രോഗമുള്ളവർക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ല, രക്തം കട്ട പിടിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇതിൽ കൂടി ത്രൂ ആയിട്ട് എന്തിങ്ങനെ അങ്ങ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ ബ്ലഡ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീമോഫീലിയ. ഇതിനുള്ള കാരണം നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്നത് ചില പ്രോട്ടീനുകളാണ്. സർട്ടൻ പ്രോട്ടീൻസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് എന്നാ പറയുന്നത്. അപ്പം ആ രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാണോ അതിന്റെ നിർമ്മാണത്തെ കൺട്രോൾ ചെയ്യുന്ന ജീൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന പ്രോട്ടീനാണ് രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ എക്സ് പ്രോട്ടീനാണ്. ഇതിൽ എ എന്ന് പറയുന്ന ജീനാണ് എന്തിന്റെ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്നത്? എക്സിന്റെ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്നത്. സോ അപ്പോൾ എ എന്ന് പറയുന്ന ജീൻ പ്രവർത്തിച്ചില്ല എങ്കിൽ അവിടെ എന്തുണ്ടാകുന്നില്ല? എക്സ് ഉണ്ടാകുന്നില്ല. എക്സ് ഉണ്ടായില്ലെങ്കിൽ ഏത് പ്രവർത്തനം അവിടെ നടക്കുന്നില്ല? രക്തം കട്ട പിടിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? The defect of gene that is controlled by the synthesis of proteins that helps in blood clotting. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന പ്രോട്ടീന്റെ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാറുണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഹീമോഫീലിയ. ഇങ്ങനെ വരുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? ലോസ് ഓഫ് ബ്ലഡ്, ഈവൻ മൈനർ വൂണ്ട്, അതായത് ചെറിയ മുറിവുകളിൽ കൂടി പോലും മാരകമായ രീതിയിൽ എന്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു? ആ ബ്ലഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ജനിതക രോഗമായതുകൊണ്ട് ഇതിന് പൂർണ്ണമായ ഒരു പരിഹാരം സാധ്യമല്ല. പകരം ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വ്യക്തിയുടെ ശരീരത്തിൽ ഏത് പ്രോട്ടീനാണോ കുറവ് എന്ന് കണ്ടെത്തി അത് കൃത്രിമമായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക? ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക എന്നത് മാത്രമാണ് ഇതിനൊരു താൽക്കാലിക പരിഹാര മാർഗമായി നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ മക്കളെ പറഞ്ഞത്? അപ്പൊ നമ്മൾ പറഞ്ഞത് നോൺ പതോജനിക് ഡിസീസുകളെ കുറിച്ചാണ്, രോഗാണുക്കൾ മൂലം ഇല്ലാത്ത രോഗങ്ങളെ കുറിച്ചാണ്. അതിനുള്ള 4 കാരണങ്ങൾ പറഞ്ഞു. ജനറ്റിക്കൽ പ്രോബ്ലം ആകാം, ജനിതകപരമായ പ്രശ്നങ്ങളാകാം, ലൈഫ് സ്റ്റൈൽ ജീവിത ശൈലിയിലുള്ള പ്രശ്നങ്ങളാകാം, ലാക്ക് ഓഫ് ന്യൂട്രീഷൻ പോഷക ആഹാരത്തിന്റെ കുറവ് മൂലമുള്ള പ്രശ്നങ്ങളാകാം, ഒക്കുപേഷണൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളും ആകാം. മനസ്സിലാകുന്നുണ്ടോ മക്കളെ പറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും സംശയമുണ്ടോ പറഞ്ഞതിനകത്ത്? അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എന്തിനെ എടുത്തു വെച്ച് പറയുന്നു? ജനറ്റിക്കൽ പ്രോബ്ലംസിനെ എടുത്തു വെച്ച് പറയുന്നു. എന്താണ് ജനറ്റിക്കൽ പ്രോബ്ലംസിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത്? ജനറ്റിക്കൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ജീനുകൾക്ക് താറുമാറാകുന്നു, ജീനുകൾക്ക് കേടുണ്ടാകുന്നു. ജനറ്റിക്കൽ ഡിസീസസ് ആർ കോസ്ഡ് ബൈ ദി ഡിഫക്ട്സ് ഇൻ ദ ജീൻസ്. എന്തിന് പ്രശ്നം ഉണ്ടാകുന്നു? ജീനുകൾക്ക് ഡിഫക്ട് ഉണ്ടാകുന്നു. ശരിയല്ലേ പറഞ്ഞിരിക്കുന്നത്? ആ ഡിഫക്ട് എന്താണ് ഈ ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫാക്ടർ ദാറ്റ് ആർ കൺട്രോൾഡ് ബൈ ദ സെല്ലുലാർ ആക്ടിവിറ്റീസ്. നമ്മുടെ ശരീരത്തിലെ കോശത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്ന ജീനുകൾ. ഈ ജീനുകൾക്ക് എന്തെങ്കിലും തകരാർ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറ്റിക്കൽ ഡിസീസ്. 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്നാമത്തതിന്റെ പേര് ഹീമോഫീലിയ, രണ്ടാമത്തതിന്റെ പേര് സിക്കിൾ സെൽ അനീമിയ. ഹീമോഫീലിയയെ കുറിച്ച് സംസാരിച്ചു. ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ആ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. ഈ രോഗമുള്ളവർക്ക് ചെറിയ മുറിവുകളിൽ കൂടി പോലും എന്ത് നഷ്ടപ്പെട്ടു പോകുന്നു? രക്തം ഒഴുകി പുറത്തേക്ക് പോയി ശരീരത്തിന് മാരകമായി ബാധിക്കുന്ന ഒരവസ്ഥ. എന്താണ് ഈ രക്തം കട്ട പിടിക്കാതിരിക്കുവാനുള്ള കാരണം? നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്നത് ചില പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ നശിച്ചു പോകുന്നു. ഉദാഹരണം നമ്മൾ പറഞ്ഞു, എക്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആയിട്ടും എ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ജീനായിട്ടും കണക്കാക്കി. അപ്പൊ എക്സിന്റെ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ജീനാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറഞ്ഞ ജീൻ വർക്ക് ചെയ്യുന്നില്ല, അത് നശിച്ചുപോയി. അങ്ങനെ വരുമ്പോൾ എന്തിന്റെ നിർമ്മാണം നടക്കുന്നില്ല? എക്സിന്റെ നിർമ്മാണം നടക്കുന്നില്ല. എക്സിന്റെ നിർമ്മാണം നടക്കാതെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ആ പ്രോട്ടീൻ ഇല്ലാതെ രക്തം അവിടെ നിന്നില്ല, കട്ട പിടിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചെറിയ മുറിവുകളിൽ കൂടി പോലും എന്ത് നഷ്ടപ്പെടുന്നു? രക്തം നഷ്ടപ്പെട്ട് മരണം വരെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇത് ഒരു ജനിതക രോഗമായതുകൊണ്ട് തന്നെ ഇതിന് എന്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്? ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് പറ്റത്തില്ല.
പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം എന്ന് പറയുന്നത് അയാളുടെ ശരീരത്തിൽ ഏത് പ്രോട്ടീനാണ് കുറവ് എന്ന് കണ്ടെത്തി അത് കൃത്രിമമായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക എന്നത് മാത്രമാണ് എന്തിന് ഒരു ശാശ്വത പരിഹാരമായിട്ട് കാണാൻ പറ്റുന്നത്. ഈ നമ്മുടെ ഈ ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗത്തിന് പരിഹാര മാർഗമായിട്ട് കാണുവാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ജനറ്റിക്കൽ ഡിസീസ്. രണ്ടാമത്തെ രോഗത്തിലേക്ക് കിടക്കുന്നു, സിക്കിൾ സെൽ അനീമിയ. മലയാളത്തിൽ നമുക്കിതിനെ അരിവാൾ രോഗം എന്ന് വിളിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഡ്യൂ ടു ദി ഡിഫോർമാലിറ്റീസ് ഇൻ ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ്, നമ്മുടെ ശരീരത്തിലെ അമിനോ ആസിഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീനുകൾ തകരാറിലാകുന്നത് മൂലം അമിനോ ആസിഡ്സിന്റെ സീക്വൻസിൽ തകരാറുണ്ടാകുന്നു. അമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഹീമോഗ്ലോബിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്, അമിനോ ആസിഡ്. അപ്പം അമിനോ ആസിഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജീനുകൾ തകരാറിലാകുമ്പോൾ അമിനോ ആസിഡ് ഉണ്ടാകുന്നില്ല. അമിനോ ആസിഡ് ഉണ്ടായില്ലെങ്കിൽ ആരുണ്ടാകുന്നില്ല, ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഹീമോഗ്ലോബിൻ ശരീരത്തിൽ കുറയുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ RBC ഉണ്ടല്ലോ, RBC അരുണരക്താണു. ഇതിന്റെ ഷേപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്ക് ഷേപ്പ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇത് ബിക്കം ചേഞ്ച്ഡ് ഇൻടു സിക്കിൾ സെൽ ഷേപ്പ്, അരിവാൾ രൂപത്തിലേക്ക് അങ്ങ് മാറുന്നു, കൺവേർട്ട് ചെയ്യുന്നു, രൂപമാറ്റം ഉണ്ടാകുന്നു. RBCയുടെ ഷേപ്പ് മാറി കഴിയുമ്പോഴത്തേക്ക് മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നു. നമ്മുടെ RBC ആണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത്. RBCയുടെ ഷേപ്പ് മാറി ഹീമോഗ്ലോബിന്റെ അളവും കുറയുന്നു. RBCയിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇവിടെ ഇല്ലാതായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പ്രോപ്പറായ രീതിയിൽ നടക്കത്തില്ല. ഈ രോഗാവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് വിളിക്കുന്നു. സിക്കിൾ സെൽ അനീമിയ. രണ്ട് രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇത് രണ്ടും എന്ത് രോഗങ്ങൾക്ക് ഉദാഹരണമാണ്? ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ പറഞ്ഞത്? മനസ്സിലായോ? സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? എന്തിനാണ്? ആർക്ക്? അമിനോ ആസിഡ് സീക്വൻസിനകത്ത്, അമിനോ ആസിഡുകളുടെ സീക്വൻസിൽ, ശ്രേണിയിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതിന് കാരണം അതുമായി ബന്ധപ്പെട്ട ജീൻ എന്താകുന്നു? തകരാറിലാകുന്നു. അപ്പൊ അമിനോ ആസിഡ് സീക്വൻസിനെ ബാധിക്കുന്നു. അമിനോ ആസിഡ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അമിനോ ആസിഡിന്റെ പ്രത്യേകത പറഞ്ഞു. ആരുടെ? ഹീമോഗ്ലോബിന്റെ ബിൽഡിംഗ് ബ്ലോക്ക്, നിർമ്മാണ അടിസ്ഥാന ഘടകമാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? അമിനോ ആസിഡ്. അപ്പൊ അമിനോ ആസിഡ് കുറയുമ്പോഴത്തേക്ക് ഹീമോഗ്ലോബിൻ കുറയുന്നു. ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സംഭവിച്ച കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞു. നമ്മുടെ RBC ഡിസ്ക് ഷേപ്പിൽ നിന്ന് സിക്കിൾ സെൽ ഷേപ്പിലേക്ക്, അരിവാൾ രൂപത്തിലേക്ക് മാറുകയും ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി അവിടെ എന്ത് ചെയ്യുന്നു? ഇല്ലാതാകുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് സിക്കിൾ സെൽ അനീമിയെ കുറിച്ചാണ് അല്ലെ? എന്തായിരുന്നു സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ ഒരു ജനറ്റിക്കൽ ഡിസീസ് ആണെന്ന് പറഞ്ഞ ഒരു ജനിതക രോഗമാണെന്ന് പറഞ്ഞു. അതിനുള്ള കാരണമാണ് പറഞ്ഞത്. ആദ്യം എന്ത് സംഭവിച്ചു? അമിനോ ആസിഡ്സിന്റെ സീക്വൻസിനകത്താണ് മാറ്റം ഉണ്ടാകുന്നത്. അതിന് ഈ മാറ്റം ഉണ്ടാകാനുള്ള കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ജീൻ എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. ജീൻ പ്രവർത്തിക്കാതെ വരുമ്പോഴത്തേക്ക് അമിനോ ആസിഡിന്റെ സീക്വൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അമിനോ ആസിഡ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഹീമോഗ്ലോബിൻ. അമിനോ ആസിഡ് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഹീമോഗ്ലോബിന്റെ നിർമ്മാണ അടിസ്ഥാന ഘടകമാണ്. അപ്പൊ ഹീമോഗ്ലോബിൻ കിട്ടാതെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം പറഞ്ഞു. നമ്മുടെ RBC അല്ലെ, അരുണ രക്താണുവിന്റെ ഷേപ്പ് ഡിസ്ക് ഷേപ്പിൽ നിന്ന് ഏത് ഷേപ്പിലേക്ക്? സിക്കിൾ സെൽ ഷേപ്പിലേക്ക് മാറുകയും ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി, ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകുവാനുള്ള കഴിവ് ഇല്ലാതാവുകയും ചെയ്യും. മനസ്സിലാവുന്നതോ? അനീമിയ, വിളർച്ച എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഈ രോഗാവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് വിളിക്കും. ഇത് രണ്ടും എന്താണ്? ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു രോഗത്തെ കുറിച്ചാണ്. ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ചാണ്. ക്യാൻസർ എന്ന് പറയുന്ന മറ്റൊരു രോഗത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മളുടെ ജനറ്റിക്കൽ ഡിസീസ് ആയിട്ടൊന്നുമല്ല. ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച്, എന്താണ് ക്യാൻസർ, അതിനുള്ള കാരണം എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. നോക്കാം എന്താണ് ക്യാൻസർ. എഴുതുക, നോക്കുക. പറഞ്ഞത് ക്യാൻസർ ഈസ് കോസ്ഡ് ബൈ ദ അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് സെൽസ് ആൻഡ് ഇറ്റ്സ് പോളിഫറേഷൻ എന്നാ പറയുന്നത്. അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് സെൽസ്, കോശങ്ങളുടെ നിയന്ത്രണാതീതമായ വളർച്ചയും പോളിഫറേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്പ്രെഡ് ആകുന്ന അവസ്ഥ, ഇതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തില് ഒരു കോശം, ഒരു സെല്ല് എത്രയായി വിഭജിക്കണം, എപ്പോൾ വിഭജിക്കണം, എങ്ങനെ വിഭജിക്കണം എന്നൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സെന്റർ ഇതിനുണ്ടാകും. ഡിവിഷനെ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്ര ഭാഗം ഇതിനുണ്ടാകും. ഇതിന്റെ ഈ കേന്ദ്ര ഭാഗം, ഡിവിഷൻ സെന്റർ തകരാറിലാകുമ്പോഴാണ്
ഒരു നോർമൽ സെല്ല് ക്യാൻസർ സെല്ലായി മാറുന്നു. ഒരു നോർമൽ സെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിവിഷന് കൺട്രോളിങ് സെന്റർ ഉണ്ട്. പക്ഷേ ക്യാൻസർ സെല്ലിന്റെ ഡിവിഷൻ എന്തില്ല, സെന്റർ ഇല്ല, അത് ഫെയിൽ ആയി. അപ്പൊ ഒരു നോർമൽ സെല്ലിന്റെ കൺട്രോളിങ് സെന്റർ ഫെയിൽ ആയി പോകുമ്പോഴാണ് ആ സെല്ല് എന്തായിട്ട് മാറ്റപ്പെടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ക്യാൻസർ സെല്ലുകളായി മാറ്റപ്പെടുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആകാം, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, റേഡിയേഷൻ വികിരണങ്ങൾ ഉണ്ടായേക്കാം, സ്മോക്കിംഗ് പുകവലി ഇതിന്റെ കാരണമായിട്ട് മാറിയേക്കാം, ചില വൈറസുകൾ ഇതിന് കാരണമായിട്ട് മാറിയേക്കാം. മനസ്സിലാവുന്നോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ കൂടിയാണ് ഒരു സെല്ല്, ഒരു സാധാരണ കോശം എന്തായിട്ട് മാറുന്നത്, ക്യാൻസർ കോശമായിട്ട് മാറുന്നത്. മനസ്സിലായോ മക്കളെ? ഇതാണ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകൺട്രോൾഡ് ഗ്രോത്ത് ആൻഡ് ഇറ്റ്സ് പോളിഫറേഷൻ. അൺകൺട്രോൾഡ് ഗ്രോത്ത് ആൻഡ് ഇറ്റ്സ് പോളിഫറേഷൻ, നിയന്ത്രണാതീതമായ രീതിയിൽ കോശങ്ങൾ വിഭജിക്കുകയും അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് നോർമൽ സെല്ലുകളെ അറ്റാക്ക് ചെയ്ത് അതിനെ വീണ്ടും എന്താക്കി മാറ്റും, ക്യാൻസർ സെല്ലുകളാക്കി മാറ്റും. ഈ അവസ്ഥയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഒരു സാധാരണ കോശം ക്യാൻസർ കോശങ്ങളായി മാറുവാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, അതിന്റെ നിയന്ത്രണ കേന്ദ്രം, കൺട്രോളിംഗ് സെന്റർ, ഡിവിഷന്റെ കൺട്രോളിംഗ് സെന്റർ എന്താകുന്നു, തകരാറിലാകുന്നു, ഫെയിൽ ആകുമ്പോഴാണ് ഒരു നോർമൽ സെൽ എന്തായിട്ട് മാറുന്നത്, ക്യാൻസർ സെല്ലായി മാറുന്നത്. നോർമൽ സെല്ല് ക്യാൻസർ സെല്ലായി മാറാനുള്ള കാരണങ്ങൾ പറഞ്ഞു. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആകാം, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, റേഡിയേഷൻസ് വികിരണങ്ങളാകാം, ചില വൈറസുകളാകാം, സ്മോക്കിംഗ് പുകവലിയാകാം. മനസ്സിലാവുന്നുണ്ടോ? അത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ തന്നെ ഒരു സാധാരണ കോശം എന്തായിട്ട് മാറുവാനായിട്ട്, ക്യാൻസർ കോശമായി മാറുവാനുള്ള കാരണമായിട്ട് നമുക്ക് കണക്കാക്കാം. മനസ്സിലായോ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് എന്ന് പറയുന്നത്, ഈ നമ്മുടെ ശരീരത്തിലെ ഈ ക്യാൻസർ കോശങ്ങളുടെ എണ്ണം അധികമാകുന്നതനുസരിച്ച്, കൂടുന്നതനുസരിച്ച് ഈ രോഗം നമ്മുടെ ശരീരത്തിൽ എന്താകുകയാണ്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഏർലി ഡയഗ്നോസിസ്, വളരെ നേരത്തെ തന്നെ ഈ രോഗം എന്ത് ചെയ്യുക, കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ പ്രധാന ഒരു ഇത്. എത്ര നേരത്തെ നമുക്ക് ഈ രോഗം കണ്ടെത്താൻ സാധിക്കുമോ അത്രയും ഈസി. കാരണം നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ എണ്ണം എന്തായിരിക്കും, കുറവായിരിക്കും, പോളിഫറേഷൻ കുറവായിരിക്കും. പക്ഷേ കാലഘട്ടങ്ങൾ കഴിയുന്തോറും നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ എണ്ണം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്രമാതീതമായി വർദ്ധിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തെ ആകമാനം ഈ കോശം എന്ത് ചെയ്തിരിക്കും, അങ്ങ് അഫക്ട് ചെയ്യും. അപ്പൊ ഏർലി ഡയഗ്നോസിസ് ആണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇനി നമുക്ക് എന്തെല്ലാം മാർഗങ്ങളിൽ കൂടി നമുക്ക് ഇതിനുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡുകളെ കുറിച്ചാണ് അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്നത്. നോക്കാം എന്തൊക്കെയാണ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ നമുക്ക് നോക്കിക്കോണേ. സർജറി, ശസ്ത്രക്രിയ, അതായത് ഏതു ഭാഗത്താണോ ഈ ക്യാൻസർ കോശങ്ങൾ ഉള്ളത് അത് നീക്കം ചെയ്യും. കീമോതെറാപ്പി, രാസചികിത്സ, രാസവസ്തുക്കൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന പരിപാടി. റേഡിയേഷൻ തെറാപ്പി, വികിരണ ചികിത്സ, നമ്മൾ ഈ ലൈറ്റ് അടിപ്പിക്കുക എന്നൊക്കെ പറയും. എക്സ്റേ ഒക്കെ ഉപയോഗിച്ചിട്ട്, ലേസർ ട്രീ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനകത്ത് ശരീരത്തിനകത്തെ ക്യാൻസർ കോശങ്ങളെ എന്ത് ചെയ്യും, നശിപ്പിക്കും. പക്ഷേ ഈ ലേസർ ട്രീറ്റ്മെന്റും കീമോതെറാപ്പിയൊക്കെ നമുക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ, ഈ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നതിനൊക്കെ കാരണമാകും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു ക്യാൻസർ എന്താണെന്ന്. എന്തായിരുന്നു ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദി അൺകൺട്രോൾഡ് ഗ്രോത്ത് ആൻഡ് പോളിഫറേഷൻ ഓഫ് സെൽസ്. കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയും അതിന്റെ പെരുകലുമാണ് ഏത് വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, ക്യാൻസർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു സാധാരണ കോശം ക്യാൻസർ കോശമായി മാറുവാനുള്ള കാരണം പറഞ്ഞു, അതിന്റെ വിഭജനത്തിന്റെ കോശ വിഭജനത്തിന്റെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ഭാഗത്തിന് തകരാറുണ്ടാകുന്നതാണ് ഒരു സാധാരണ കോശം എന്തായി മാറുവാൻ കാരണം, ക്യാൻസർ കോശമായിട്ട് മാറുവാനുള്ള അതിനുള്ള കാരണങ്ങൾ പറഞ്ഞു. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആകാം, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, പിന്നെ അത് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, പാരമ്പര്യമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, ചില വൈറസുകളാകാം, റേഡിയേഷൻസ് വികിരണമാകാം, സ്മോക്കിംഗ് പുകവലിയാകാം. ഇതൊക്കെ ഒരു കോശത്തിന്റെ കേന്ദ്രത്തിന് തകരാറുണ്ടാകുവാനും ആ കോശം എന്തായിട്ട് മാറുവാൻ, ക്യാൻസർ കോശമായി മാറുവാനുമുള്ള കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മക്കളെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ചത് 3 രോഗങ്ങളെ കുറിച്ചാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ജനറ്റിക്കൽ ഡിസീസിനെ കുറിച്ചായിരുന്നു. ആദ്യം നമ്മൾ നോൺ പതോജനിക് ഡിസീസിനെ കുറിച്ചാണ് സംസാരിച്ചത്. നോൺ പതോജനിക് ഡിസീസിന് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു, ജനറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാകാം, ലൈഫ് സ്റ്റൈൽ ആകാം, അതേപോലെ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ, പോഷകാഹാര കുറവ് മൂല പ്രശ്നങ്ങളാകാം, ആൻഡ് ഒക്കുപേഷണൽ, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമാണ്. മനസ്സിലാകുന്നുണ്ട് മക്കളെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ജനറ്റിക്കൽ പ്രോബ്ലത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ജീനുകൾക്ക് തകരാറുണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറ്റിക്കൽ ഡിസീസ് എന്ന് വിളിച്ചു. ജനറ്റിക്കൽ ഡിസീസിന് എന്താണ് ജീൻ എന്ന് പറഞ്ഞു, നമ്മുടെ സെല്ലുലാർ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമായിരുന്നു ആരെന്ന് പറഞ്ഞിരിക്കുന്നത്, ജീൻ എന്ന് പറയുന്നത്. 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഹീമോഫിലിയ, മറ്റൊന്ന് സിക്കിൾ സെൽ അനീമിയ. തുടർന്ന് നമ്മൾ പറഞ്ഞ ഭാഗമായിരുന്നു ആരെന്ന് പറഞ്ഞിരിക്കുന്നത്, ക്യാൻസറിന്റെ പ്രത്യേകത പറഞ്ഞു, എന്താണ്, അൺകൺട്രോൾഡ് ഗ്രോത്ത് ആൻഡ് ഇറ്റ്സ് പോളിഫറേഷൻ, അനിയന്ത്രിതമായ കോശ വളർച്ചയും അതിന്റെ വിഭജനവും അതിന്റെ സ്പ്രെഡിങ്ങുമാണ് ഏത് വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, ക്യാൻസർ എന്ന വാക്കുകൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ അർത്ഥമാക്കുന്നത്.
മനസ്സിലാവുന്നുണ്ട് മക്കളെ പറഞ്ഞത്? നമ്മുടെ പാഠഭാഗത്തിന്റെ ഏകദേശ ടോപ്പിക് അവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠഭാഗം ഒന്ന് തീരും. ഒന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസും മറ്റൊന്ന് പ്ലാന്റ് ഡിസീസും അനിമൽ ഡിസീസും. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് സംസാരിക്കാം.